നടക്കുന്ന ഗുരുതരമായ അഴിമതികളെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. PM കുസും പദ്ധതി പ്രകാരം 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ച് ഒരു പദ്ധതിയിൽ ഏതാണ്ട് 100 കോടി രൂപയിലധികം വെട്ടിപ്പും അഴിമതിയും നടന്നിരിക്കുകയാണ്. ഇതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ 2-3 പത്രസമ്മേളനങ്ങളിലായി പുറത്തുവിടുകയുണ്ടായി. PM കുസും പദ്ധതി പാവപ്പെട്ട കർഷകർക്ക് സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി ഉള്ളതാണ്. അതിന്റെ 30% കേന്ദ്ര ഗവൺമെന്റും 30% കർഷകരും 40% സംസ്ഥാന ഗവൺമെന്റും എടുക്കുന്നതാണ്. കേരള ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് നബാർഡിൽ നിന്ന് ഈ പണം വായ്പയായി എടുത്ത് നടപ്പാക്കാനാണ് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത്. അപ്പോൾ കേന്ദ്ര വിഹിതം ഒഴിച്ച് ബാക്കിയുള്ള പണം നബാർഡിൽ നിന്ന് വായ്പ തിരിച്ചടക്കേണ്ട വായ്പയായി എടുത്ത് പദ്ധതി നടപ്പാക്കാനാണ് നടപടികൾ സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ അഴിമതിയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 240 കോടി രൂപയാണ് മൊത്തത്തിൽ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അതിലാണ് ഏകദേശം 100 കോടി രൂപയോളമുള്ള അഴിമതിയുടെ വസ്തുതകൾ പുറത്തു വന്നു. ഞാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അത് ഈ വസ്തുത പുറത്തു വന്നപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞു, ഞാനുമായി ചർച്ച ചെയ്യാം. ഞാനുമായിട്ടുള്ള ചർച്ച അല്ല ഇവിടെ പ്രധാനം. അത് നമ്മുടെ തമ്മിലൊരു സ്വകാര്യ കാര്യമാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊരു സ്വകാര്യ കാര്യമല്ല. കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഇത്രയും വലിയ തുക കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. വൈദ്യുതി മന്ത്രി പറഞ്ഞു ഇതിനെപ്പറ്റി വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന്. ഇന്ന് മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട്, പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് അനർട്ടിന്റെ CEO തന്നെ അന്വേഷിക്കും. അനർട്ടിന്റെ CEO ആണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇന്ന് മനോരമയിലെ വാർത്ത ശരിയാണെങ്കിൽ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു പ്രഹസനമാക്കി മാറ്റാനാണ് മന്ത്രി ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ 9 ചോദ്യങ്ങൾ വൈദ്യുതി മന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 5 കോടി രൂപയിൽ കൂടുതൽ അനർട്ടിന്റെ MDക്ക് ടെൻഡർ വിളിക്കാൻ അധികാരമില്ല. 5 കോടി രൂപ വരെ ടെൻഡർ വിളിക്കാൻ മാത്രം അധികാരമുള്ള അനർട്ടിന്റെ MD CEO എങ്ങനെയാണ് 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചത്? ഇത് മന്ത്രി അറിഞ്ഞിരുന്നു? മന്ത്രിയുടെയോ വകുപ്പിന്റെയോ പ്രത്യേക അനുവാദം വാങ്ങിയിരുന്നോ? ഇല്ലെങ്കിൽ ഇതിനെതിരായ നടപടി സ്വീകരിക്കുമോ? ഇതുവരെ ഏതെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു CEOയ്ക്ക് 240 കോടി രൂപയുടെ ടെൻഡർ വിളിക്കാനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടി? അത് മന്ത്രി വ്യക്തമാക്കി. 2, 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ച ശേഷം ആ ടെൻഡർ എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യും? ആദ്യത്തെ ബിൽഡിംഗിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിന് സെലക്ട് ചെയ്യപ്പെട്ട കമ്പനി പിന്മാറുന്നു എന്ന് കാണിച്ച് മെയിൽ അയച്ചു എന്നാണ് മന്ത്രി പറയുന്നത്. ആ മെയിൽ പുറത്തു വരുന്നു. എന്തുകൊണ്ട് ആദ്യത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്തു എന്ന് വ്യക്തമാക്കാം. 3, ഗ്രേഡിംഗ് റേറ്റ് അനുസരിച്ചാണ് കമ്പനികൾക്ക് അനുവദിക്കുന്ന ഓരോ പവർ പ്ലാന്റിന്റെയും പരമാവധി ശേഷി തീരുമാനിക്കുന്നത് എന്നായിരുന്നു ടെൻഡർ വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ച് എല്ലാ കമ്പനികൾക്കും എല്ലാ ശേഷിയുമുള്ള പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഓർഡർ നൽകിയത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു? നേരത്തെ തീരുമാനിച്ച വ്യവസ്ഥകൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി എന്നുള്ളത് വ്യക്തമാക്കാം. ചോദ്യം 4, ടെൻഡറിൽ സമർപ്പിച്ച തുകയേക്കാൾ കൂടുതൽ തുകയ്ക്ക് പല കമ്പനികൾക്കും ഓർഡർ നൽകിയിട്ടുണ്ട്. ടെൻഡർ ഓപ്പൺ ചെയ്ത ശേഷം തിരുത്തിയിട്ടുണ്ട്. ടെൻഡർ വ്യവസ്ഥകൾ പാലിക്കാത്തവർക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ടെൻഡർ വരുമ്പോൾ ടെൻഡർ പൊട്ടിച്ച് നോക്കും. ഫൈനാൻഷ്യൽ ബിഡ് വരുമ്പോൾ അത് പൊട്ടിക്കും. അതിനുശേഷം
ഒരു തിരുത്തലും ആ ടെൻഡറിൽ വരുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഫൈനാൻഷ്യൽ ബിഡ് തുറന്ന ശേഷം ടെൻഡറിൽ മാറ്റം വരുത്താൻ എന്തധികാരം, ആർക്കാണ് അധികാരം? ഇത് ടെൻഡർ വ്യവസ്ഥകളുടെ വ്യക്തമായ ലംഘനമല്ലേ? ചോദ്യം 5. സംസ്ഥാനത്ത് സോളാർ പ്ലാന്റുകൾ അടിസ്ഥാന വില നിശ്ചയിക്കുന്നതിന് 2021 അനർട്ടിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് ഇതുവരെ നടപ്പാക്കാറ്? അപ്പോൾ ഒരു അടിസ്ഥാന വില നിശ്ചയിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അനർട്ടിന്റെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? അത് ഈ അഴിമതിക്ക് വഴിതെളിക്കാൻ വേണ്ടിയാണ് എന്നതാണ് വസ്തുത. ചോദ്യം 6. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് സബ്സിഡി അഡ്വാൻസ് ഇനത്തിൽ കിട്ടിയ പണത്തിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു? കേന്ദ്ര സർക്കാരിലേക്ക് കിട്ടിയ പണം ചെലവഴിക്കാതെ എത്ര തിരിച്ചടച്ചു? കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാൻ വേണ്ടി സബ്സിഡി നൽകിയ കേന്ദ്ര ഗവൺമെന്റ് ആ സബ്സിഡി തുക എന്തുകൊണ്ട് തിരിച്ചടച്ചു? എന്തുകൊണ്ട് ഈ പണം ചെലവഴിക്കാൻ തയ്യാറാകാതിരുന്നു? ചോദ്യം 7. ടെൻഡറിൽ കമ്പനി രേഖപ്പെടുത്തിയ നിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമായിരുന്നു? ഓരോ ഇനത്തിലും എത്ര വീതം തുക കുറവ് വരുത്താൻ സാധിച്ചു? അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരും. ടെൻഡർ ക്രിയേറ്റർ ഓപ്പണർ ചുമതലകൾ ഉണ്ടായിരിക്കെ EY എന്ന എന്ന് പറയുന്നത് ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ പുതിയ രൂപമാണ്. ഈ കമ്പനിയെ കൺസൾട്ടന്റായി നിയമിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ആഗോള കമ്പനിയെ EYയെ കൺസൾട്ടന്റായി നിയമിക്കുമ്പോൾ ഗവൺമെന്റ് അനുവാദം വേണം. അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ? CAയുടെ കീഴിൽ ഒരു താൽക്കാലിക ജീവനക്കാരനായി നിയമിക്കപ്പെട്ട ഒരു വ്യക്തി പെട്ടെന്ന് രാജിവെച്ചിട്ട് EIയിൽ അയാൾ ചേരുന്നു. അയാൾക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു. അതേ ആളിനെ തന്നെ വീണ്ടും ഇവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു. അനർട്ടിൽ കഴിഞ്ഞ 3 വർഷത്തിൽ വിവിധ കൺസൾട്ടൻസികളെ നിയമിക്കാൻ നൽകിയ ഉത്തരവിന്റെയും അവർക്ക് വേണ്ടി ചെലവഴിച്ച തുക എത്രയാണെന്ന് വ്യക്തമാക്കാം. അപ്പൊ EYയിൽ ജോലി കിട്ടിയ ആദ്യം CAയോടൊപ്പം ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാർ 50 തിരിച്ചയാൾ മുന്നോട്ട് വരുന്നു. എല്ലാ ഇടപാടുകളും CAയ്ക്ക് വേണ്ടി നടപ്പാക്കാൻ ഇയാൾ ശ്രമിക്കുന്നു. ദുരൂഹമായ ഒരു നിയമനമല്ലേ ഇതെന്ന് വ്യക്തമാണ് എന്നുള്ള കാര്യം മന്ത്രിക്ക് അറിയാം. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അനർട്ടിന്റെ കഴിഞ്ഞ 5 വർഷത്തെ മുഴുവൻ ഇടപാടുകളും ഫോറൻസിക് ഓഡിറ്റിന് വിധേയമാക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു ഫോറൻസിക് ഓഡിറ്റിന് മന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. 9 ചോദ്യങ്ങളാണ് എനിക്ക് മന്ത്രിയുടെ മുമ്പിൽ വെക്കാനുള്ളത്. സംസ്ഥാനത്ത് പാവപ്പെട്ട കർഷകരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് ഇപ്പോഴത്തെ മന്ത്രി. പാവപ്പെട്ട കർഷകർക്ക് സൗരോർജ പമ്പുകൾ നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച PM കുസും പദ്ധതി ഇത്രയും വലിയ അഴിമതി ഉണ്ടായി. അതുകൂടാതെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങൾ അനർട്ട് നൽകുന്ന ഓർഡറുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും കൊടുക്കും. 100 കോടി 50 കോടി 250 കോടി ഒക്കെ ഈ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ അനർട്ടിന് കൊടുക്കാറുണ്ട്. അതെല്ലാം വിവിധ കമ്പനികൾക്ക് കൊടുക്കുന്ന കാര്യത്തിലും വലിയ തോതിലുള്ള ക്രമക്കേടുകളും അഴിമതിയും ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ഞാൻ തന്നെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയുണ്ടായി. അപ്പോൾ വൈദ്യുതി മന്ത്രി ഒരു ഓഡിറ്റിന് തയ്യാറാകുന്നു. ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തിയാൽ ഈ വസ്തുതകളെല്ലാം പുറത്തുവരും. അപ്പോൾ
ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഒന്നും വൈദ്യുതി വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പത്രത്തിൽ കാണുന്നത് ഈ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ അന്വേഷിക്കുമെന്ന് പറയും. ഏതായാലും ഇതേ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം അനിവാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നീക്കങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുന്നു.